സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ടാരോയിലൂടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്റ്റിലെ കാർഡ് വന്നിട്ട് ഡെത്ത് എന്നുള്ള കാർഡാണ്. ഡെത്ത് എന്നുള്ള കാർഡ് അവിടെ ഡെത്തിനെയല്ല സൂചിപ്പിക്കുന്നത്, ഒരു ക്യാരക്ടറിൻ്റെ ഡെത്തിന് സമാനമായി, അതായത് ഒരു കയോട്ടിക് സിറ്റുവേഷൻ ലൈഫിൽ അവസാനിച്ച് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുകയാണ്, പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു കയോട്ടിക്കായിട്ടുള്ള ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു സൈക്കിൾ കഴിഞ്ഞ് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ പ്രസൻറ്റിൽ എന്താണ്? പ്രസൻറ്റിൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ വെൽത്തിൻ്റെയും സക്സസിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ കാർഡാണ്. അതിലൊരു ലേഡി അവരുടെ ലേബറിൽ, അവരുടെ ജോലിയിൽ അവർ സക്സസ്സും വെൽത്തും ഒക്കെ നേടി ലക്ഷറി ആയിട്ട് എൻജോയ് ചെയ്യണ ഒരു കാർഡാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഫ്യൂച്ചറിൽ എന്താണെന്ന് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ ദ ലവേഴ്സ് എന്നുള്ള കാർഡാണ്. അതും മേജർ ആർക്കാന കാർഡാണ്. ദ ലവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്, അട്രാക്ഷൻ, റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു. അതിനൊരു ഏഞ്ചൽ അവരെ ബ്ലസ് ചെയ്യണതാണ് ലവേഴ്സ് എന്നുള്ള കാർഡ്. അതും മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു കയോട്ടിക് സിറ്റുവേഷൻ കഴിഞ്ഞ് ഒരു ക്യാരക്ടറിന് മാറ്റം വന്നിരിക്കുന്നു. അതിനുശേഷം അവരവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ആ സക്സസ്സും വെൽത്തൊക്കെ എൻജോയ് ചെയ്യണം. പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോണത് അവർക്ക് നല്ലൊരു ലവ് റിലേഷൻഷിപ്പാണ്. അതിനൊരു ഏഞ്ചൽ ബ്ലെസ് ചെയ്യണതാണ്. അപ്പോൾ ഇതൊരു നല്ല മെസ്സേജായിട്ട് എനിക്ക് തോന്നി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.